ഹായ്, ഞാൻ റംഷാദ്. ഇത് മാർച്ച് മാസമാണല്ലേ? 2025 മാർച്ച് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് GSTയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കി നോക്കാം. അതായത് നിങ്ങളിപ്പോൾ നിലവിൽ GST ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഗുലർ സ്കീം പ്രകാരമാണ്. അടുത്ത വർഷത്തിൽ കോമ്പോസിഷനിലോട്ട് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ മാർച്ച് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് സൈറ്റിനകത്ത് അതിനുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത വർഷത്തിലോട്ട് ടാക്സ് ഫ്രീ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള LUT ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതിയും മാർച്ച് 31-നുള്ളിലാണ്. അതുപോലെ തന്നെ 2022-23 വർഷത്തിലെ GSTയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റീഫണ്ട് നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻ ഈ മാർച്ച് മാസം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ടേൺ ഓവർ 5 കോടിക്ക് മുകളിലാണ് എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം April 1 മുതൽ ഈ ഇൻവോയ്സ് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻപുട്ട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ വർഷത്തിൽ ക്ലെയിം എടുക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചു പോവുക. അതുപോലെ തന്നെ തെറ്റായി ക്ലെയിം എടുത്തിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻപുട്ട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ മാർച്ച് മാസം തന്നെ ഉറപ്പുവരുത്തി പോകുക. അതുപോലെ തന്നെ 2017-18 മുതൽ 19-20 വരെ വരുന്ന പീരീഡിൽ നിങ്ങൾക്ക് പെനാൽറ്റി ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഗവൺമെന്റിലോട്ട് പേയ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി തരുന്നുണ്ട്. അത് ഒഴിവാക്കി തരണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന മാർച്ച് 31-നുള്ളിലായിട്ട് ആ ഒരു പീരീഡിൽ വരുന്ന ടാക്സ് നിങ്ങൾ ഗവൺമെന്റിലോട്ട് പേയ്മെന്റ് ചെയ്തിരിക്കണം. അവസാനമായി ഒരു കാര്യം കൂടെ, നിങ്ങൾ അടുത്ത ഫിനാൻഷ്യൽ ഇയർ മുതൽ QRMB ഓപ്റ്റ് ചെയ്ത് ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻ April 30-ക്കുള്ളിലായിട്ട് ഫയൽ ചെയ്തിരിക്കണം.